ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗെയിം ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ആ ഗെയിം ബോർഡിനകത്ത് ഈ 3x3 ബോക്സ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോക്സ്, ഈ ഓരോ ബോക്സ് ബട്ടൺ ആണ്. സോ ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടണിന്റെ അവിടെ നമ്മൾ ലേബൽ കൊണ്ടുവരണം. ഓക്കെ. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടണിന് ഇവിടെ ഒരു ക്ലിക്ക് ഹാൻഡ്ലർ നമ്മൾ കൊണ്ടുവരും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റ് വേണം. ഓക്കെ. അതായത് ബട്ടൺ നമ്മൾ ഈ അറേനെ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യും. ബിക്കോസ് നമ്മൾ ഈ ഒരു അറയിലാണ് നമ്മൾ ഇത് ഏത് ഇൻഡെക്സ്, അതായത് നമ്മൾ ഓരോ ബട്ടണിൽ ഇപ്പൊ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്തിട്ട് അതിൽ കയറി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ യൂസ് സ്റ്റേറ്റ് വേണം. ഓക്കെ. യൂസ് സ്റ്റേറ്റിനകത്ത് നമ്മളിവിടെ രണ്ട് വേരിയബിൾസ് ആണ് ഇവിടെ വരേണ്ടത്. കോൺസ്റ്റിനകത്ത് ഇനിറ്റ് വാല്യൂ, ഇനിറ്റ് GB, അപ്ഡേറ്റ് GB ഗെയിം ബോർഡ് ആണ്. ഓക്കെ. എന്നിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇനിഷ്യൽ GB ആണ്. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യൂസ് സ്റ്റേറ്റിന്റെ അകത്ത് ഏത് ടൈപ്പ് ഉള്ള വാല്യൂസ് എടുക്കും. ഓക്കെ. നമ്പർ ആയാലും ബൂളിയൻ ആണെങ്കിലും സ്ട്രിങ് ആണെങ്കിലും അറേ ഒബ്ജക്റ്റ് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം. സോ ഇനിറ്റ് GBയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇനിഷ്യൽ GB. ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് വാല്യൂ. ഇനി അപ്ഡേറ്റ് GBയിലാണ് നമ്മൾ ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് നമുക്ക് ഫംഗ്ഷൻ കൊണ്ടുവരാം. ഓക്കെ. സോ ക്ലിക്ക് ഹാൻഡ്ലറിന്റെ ഫംഗ്ഷൻ നമ്മളിവിടെ ഇതിനകത്ത് ഫംഗ്ഷൻ ആണ് ഹാൻഡിൽ സെലക്ടഡ് ബോക്സ്. സെലക്ടഡ് ബോക്സിനകത്ത് നമ്മൾ രണ്ട് പാരാമീറ്റർ ആയിരിക്കും ഇവിടെ വേണ്ടത്. ഒന്ന് റോ ഇൻഡെക്സും മറ്റൊന്ന് കോളം ഇൻഡെക്സ്. ഓക്കെ. ഈ രണ്ടുമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വേരിയബിൾ, ഇവിടെ ഞാൻ കുറച്ച് കോഡ് എഴുതാം. ഓക്കെ. വേരിയബിൾ അപ്ഡേറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് GB എന്ന് പറഞ്ഞിടാം. അപ്ഡേറ്റ് ബോർഡ് നമുക്ക് ഇടാം. അപ്ഡേറ്റ് ബോർഡിനകത്ത് ഞാൻ ഈ കോഡ് എഴുതിയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനിവിടെ വേണമെങ്കിൽ ഇതിന്റെ പേര് മാറ്റാം. ഓക്കെ. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇവിടെ ഞാൻ സെറ്റ് ഗെയിം ബോർഡ് ആയിരിക്കും ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോണത്. സെറ്റ് ഗെയിം ബോർഡിനകത്ത് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് പ്രീവിയസ് GB ഒരു ആരോ ഫംഗ്ഷൻ ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഈ പ്രീവിയസ് GB എന്ന് പറയുന്നത് നമ്മുടെ ഈ സെറ്റ് GBയുടെ ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും ഈ പ്രീവിയസ് GB എന്ന് പറയുന്നത്. അതായത് ഇനിറ്റ് GBയിൽ എന്താണോ വാല്യൂ ഇരിക്കുന്നത് അതായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ. ഇവിടെ ഞാനിപ്പോൾ ഇനി വേരിയബിൾ അപ്ഡേറ്റ് GB ഈക്വൽ ടു, ഇത് ഞാൻ കോഡ് എഴുതിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡോട്ട് 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 പ്രീവിയസ് GB ഡോട്ട് മാപ്പ്, അതിൻ്റെ അകത്ത് വരുന്നത് ഇന്നർ അറേ. നമുക്ക് ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഇന്നർ അറേയിൽ വരുന്നത് പിന്നെയും ഒരു ഡോട്ട് 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 ഇന്നർ അറേ. ഓക്കെ. ഇതിനകത്ത് അപ്ഡേറ്റ് GBയുടെ റോ ഇൻഡെക്സ് കോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് തൽക്കാലം ഞാനിവിടെ ഹാർഡ് കോഡ് ചെയ്യാൻ വാല്യൂ. ഓക്കെ. എക്സ് കഴിഞ്ഞിട്ട് റിട്ടേൺ
അപ്ഡേറ്റ് GB. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് ആക്ച്വലി ഞാൻ ഇവിടെ അപ്ഡേറ്റ് GB ഈക്വൽ ടു ഇവിടെ പ്രീവിയസ് GB ഡോട്ട് മാപ്പ് ഇങ്ങനെയാണ് ഒരു കണ്ടീഷൻ എഴുതിയിരിക്കുന്നത്. ഇത് എഴുതാൻ എന്തിനാണ് എന്ന് പറഞ്ഞാല് നമുക്കൊരു ഇനിഷ്യൽ GB ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇനിഷ്യൽ വാല്യൂ ഉള്ള ഒരു അറേ ഉണ്ട്. ആ അറേ വേണമെങ്കിൽ എനിക്ക് ഈ പ്രീവിയസ് GB മാറ്റിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇനിഷ്യൽ GB എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ റിയാക്റ്റിന് മനസ്സിലാവത്തില്ല ഇവിടത്തെ സ്റ്റേറ്റ് ചേഞ്ച് ആയോ ഇല്ലേന്ന് അതിനെ അറിയാൻ പറ്റത്തില്ല. സോ ഈ ഒറിജിനൽ വാല്യൂല് നമ്മൾ തൊടാൻ പാടില്ല. ഓക്കെ, സോ അതിൽ കയറി നമ്മൾ അപ്ഡേറ്റോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പകരം എന്താണ് ചെയ്തത്, നമ്മൾ ഈ ഇനിഷ്യൽ അറേനെ, അതായത് നമ്മുടെ ഒറിജിനൽ അറേനെ കോപ്പി എടുത്തിട്ട് അതൊരു പുതിയ വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യും. അതാണ് ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. സ്പ്രെഡ് ഓപ്പറേറ്റർ ഞാൻ മുമ്പേ റിയാക്ട് ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒറിജിനൽ അറേയുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കോപ്പി എടുക്കുന്നതിനാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് GB ആക്ച്വലി എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ആക്ച്വലി ഇനിഷ്യൽ GB ആണ്. അതായത് നമ്മുടെ ഡീഫോൾട്ട് വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യും, അതിന് ഞാനൊരു സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഞാൻ അതിന്റെ കോപ്പി എടുത്തിട്ട് ഒരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യും. അപ്പൊ ഈ പ്രീവിയസ് GB എന്ന് പറയുന്നത് ഇത് ഇനിഷ്യൽ GBയുടെ കോപ്പിയാണ്. അപ്പൊ അതിനെ മാപ്പ് ചെയ്ത് അതിന്റെ അകത്ത് ഓരോ എലമെന്റ് എടുക്കും. ഈ ഓരോ എലമെന്റ് എന്ന് പറഞ്ഞ എലമെന്റ് ടൈപ്പ് എന്ന് പറയുന്ന അറയാണ്. അതിനെ പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഈ ഇന്നർ അറേ എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്നർ അറേനെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് പിന്നെയും കോപ്പി ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. സോ ഈ അപ്ഡേറ്റ് GB ആണ് ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ അപ്ഡേറ്റ് GB എന്ത് ചെയ്യും, ഇത് വെച്ചിട്ട് നമ്മൾ റോ ഇൻഡെക്സ് കോളം ഇൻഡെക്സ് നോക്കും. അതായത് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് എന്ന് വിചാരിച്ചു, ഇപ്പൊ 0 ഇവിടെയൊക്കെ 0 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, 0th ഇൻഡെക്സിലൊന്ന് നോക്കും. അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 0th ഇൻഡെക്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 0, അതായത് ഇതിന്റെ പൊസിഷൻ നോക്കും. ഈ ഇന്നർ അറേയുടെ പൊസിഷനും കൂടെ നോക്കും. അതിൽ 0, അതിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ എക്സിലോട്ട് മാറ്റും. അതാണ് ഇവിടെ റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ റിട്ടേൺ അപ്ഡേറ്റ് GB വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ബട്ടന്റെ ക്ലിക്ക് ഈവന്റിൽ വിളിക്കണം. ഇവിടെ നമ്മൾ ഓൺ ക്ലിക്കിൽ നമ്മൾ ഹാൻഡിൽ സെലക്ടഡ് ബോക്സ്. ഇവിടെ 2 പാരാമീറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ആരോ ഫംഗ്ഷൻ കൊടുത്തിട്ട് നമ്മളിവിടത്തെ എന്തുവാണ്, ഇവിടുത്തെ റോ ഇൻഡെക്സ്, പിന്നെ ഇവിടുത്തെ കോളം ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ സേവ് ചെയ്തു. എന്തെങ്കിലും എറർ ഉണ്ടോ? ഇവിടെ നമ്മൾ ഇനിറ്റ് GB നമ്മളിവിടെ ഇതാണ് കൊടുക്കുന്നത്. ഓക്കെ, എക്സ് ഇവിടെ വന്ന് ഓക്കെ, ഇവിടെ നമ്മളെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിറ്റ് GB ആണ് ഇവിടെ കൊടുക്കേണ്ടത്, കാരണം ഇതാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ഇതല്ല. ഓക്കെ, ഇവിടെ ഡീഫോൾട്ട് ഇവിടെ എക്സ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹാർഡ് കോഡ് ഇതാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതല്ല നമ്മുടെ ആക്ച്വൽ ചെയ്യേണ്ടത്. ഓരോ പ്ലെയറിന് അതിനനുസരിച്ച് വേണം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്.